ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ കോഫി മഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഞാനൊരു കുക്കിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബനാന കുക്കി. പണ്ട് മുതലേ നമുക്ക് ബേക്കറിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും പുതിയ വീഡിയോസ് ഇടാനായിട്ട് എനിക്ക് പ്രചോദനമായിരിക്കും. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ നമുക്കിനി റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഇതിനാവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനായി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് അരിച്ചെടുക്കാം. ഇനി ഇവ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റിവെക്കാം. അടുത്തതായി മറ്റൊരു വലിയ ബൗളിലേക്ക് 1/4 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബട്ടർ റൂം ടെമ്പറേച്ചർ ഉള്ളതും സോഫ്റ്റുമാണ്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്ത് കട്ടകളൊന്നും ഉണ്ടാകാതെ മിക്സ് ചെയ്തെടുക്കാം. ബട്ടറും പഞ്ചസാരയും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണേ. മുട്ട നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂൺ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ബനാന എസൻസ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ റെസിപ്പിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഈ ബനാന എസൻസ് ആണ് കുക്കിക്ക് കറക്റ്റ് ടേസ്റ്റ് നൽകുന്നത്. ഇത് ബേക്കിംഗ് ഐറ്റംസ് വിൽക്കുന്ന എല്ലാ കടകളിൽ നിന്നും കിട്ടും കേട്ടോ. ഇതും കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ആദ്യം ഇവ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കോൺഫ്ലോർ ഒക്കെ ഉള്ളതുകൊണ്ട് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 പ്രാവശ്യമായി ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് നമ്മുടെ ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനിയും നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. കുക്കി ഡോയുടെ പരുവത്തിൽ, അതായത് മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ ആവുന്നത് വരെ മൈദ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർക്കുന്ന ബട്ടറും മുട്ടയും അനുസരിച്ച് മൈദ എക്സ്ട്രാ ചേർക്കുന്നതിൽ വ്യത്യാസം വരും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാനിവിടെ 1/2 കപ്പ് മൈദ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. ആകെ 2.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അവസാനം നമുക്ക് കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കാം. ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. നമ്മുടെ കുക്കി ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കുക്കി ഡോ ഒരേ അളവിൽ കിട്ടുന്നതിന് വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള സ്കൂപ്പറാണ് എടുത്തിരിക്കുന്നത്.
ഇതുപോലെ നീളത്തിൽ ഷേപ്പ് ചെയ്തിട്ട് ഒരു കശുവണ്ടിയുടെ രൂപത്തിൽ ഇങ്ങനെ വളച്ചെടുത്താൽ മതി. ഇനി ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളതും കൂടി ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം കുക്കി അടുക്കാൻ. എനിക്കിവിടെ ഈ അളവിൽ 15 കുക്കി കിട്ടിയിട്ടുണ്ട്. അവസാനമായി നമുക്ക് നമ്മുടെ കുക്കിക്ക് ഒരു ഗ്ലേസിങ് കിട്ടുന്നതിന് വേണ്ടി എഗ് വാഷ് ചെയ്യണം. അതിനായി ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ട് മുകളിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പ്രീഹീറ്റ് ആയിരിക്കുന്ന ഓവനിലേക്ക് മാറ്റാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 15 മുതൽ 20 മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം. ഇപ്പോൾ ബേക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് 19 മിനിറ്റിൽ ബേക്കായി കിട്ടി. ഓരോ ഓവൻ അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. 5 മിനിറ്റ് കഴിയുമ്പോൾ വയർ റാക്കിലേക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമ്മുടെ കുക്കി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ക്രിസ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.